आज के इस समारोह में मेरे साथ मंच पर उपस्थित केरल भारतीय जनता पार्टी के अध्यक्ष श्रीमान राजीव चंद्रशेखर जी, मोदी जी की मंत्रिपरिषद में मेरे साथी श्री जॉर्ज कुरियन जी, मेरे मित्र और भाजपा के वरिष्ठ नेता केरल के प्रभारी श्रीमान प्रकाश जावड़ेकर जी, श्री सी सदानंद मास्टर जी, मेंबर राज्यसभा, श्री पी के कृष्णदास जी, श्री वी मुरलीधरन जी, कुंभणम राजशेखरन जी, के सुरेंद्रन जी, सी के पद्मनाभ जी, श्री ए पी अब्दुल्ला कुट्टी जी, श्री एम टी रमेश जी, बहन शोभा सुरेंद्रन जी, एम सुरेश जी, अनूप एंटोनी जोसेफ जी, और आज जिन्होंने देश भर के कार्यकर्ताओं को बहुत खुश किया है, ऐसे विजय के शिल्पी हमारे सभी केरल के कार्यकर्ताओं को मेरा प्रणाम। വേദിയിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജി, नाम स्किप कर जाइए। വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും കേരളത്തിലെ ഉജ്ജ്വലമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉജ്ജ്വല വിജയം സമ്മാനിച്ച കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും സാദര നമസ്കാരം। सबसे पहले केरल की इस महान भूमि को, दिव्य भूमि को प्रणाम कर कर मेरी बात की शुरुआत करता हूं। കേരളത്തിലെ ഈ പവിത്രമായ ഭൂമിയെ വന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്। मैं यहां आया हूं तब श्री नारायण गुरु, महात्मा अय्यनकाली, पंडित करूपन जगत गुरु और आदि शंकराचार्य को प्रणाम कर कर मेरी बात की शुरुआत करता हूं। കേരളത്തിലെ നാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യൻകാളി, പണ്ഡിറ്റ് കറുപ്പൻ, ജഗദ്ഗുരു, ആദി ശങ്കരാചാര്യർ തുടങ്ങിയ മഹത്തുക്കൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ്। वैसे तो मैं आज आया हूं स्वामी पद्मनाभ का आभार जताने के लिए। ഞാൻ വന്നപ്പോൾ ശ്രീ പത്മനാഭ സ്വാമിയെ വണങ്ങിയിട്ടാണ്, ഇവിടേക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയത്। क्योंकि मैं तय कर कर गया था कि त्रिवेंद्रम म्युनिसिपल कॉरपोरेशन में अगर बीजेपी का मेयर आता है तो मैं आकर स्वामी पद्मनाभन को धन्यवाद करूंगा। ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ഉണ്ടാകുകയാണെങ്കിൽ പത്മനാഭനെ എത്തി വണങ്ങുമെന്ന് പറഞ്ഞിരുന്നു। അത് ഇന്ന് ഞാൻ നടത്തിയിട്ടുണ്ട്। मगर आज आप सबका प्रदेश भर के हमारे विजेता कार्यकर्ताओं का यहां सम्मेलन रख दिया गया है, तो आप लोगों के भी दर्शन हो गए। ഇന്ന് ഈ മഹത്തായ വിജയത്തിന് കാരണക്കാരായ ഈ നാട്ടിലെ എല്ലാ സഹപ്രവർത്തകരെയും കൂടി കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്। मैं आज आप सभी को देश के प्रधानमंत्री जी, भाजपा के राष्ट्रीय अध्यक्ष और देश भर के करोड़ों भारतीय जनता पार्टी के कार्यकर्ताओं की ओर से बहुत बहुत अभिनंदन देना चाहता हूं। ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെയും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാദര നമസ്കാരം അർപ്പിക്കുന്നു। क्योंकि मैं तो जानता था, आप सब भी जानते थे कि हमारा रास्ता सरल नहीं है। നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പാത ഒരിക്കലും എളുപ്പമായിരുന്നില്ല എന്ന്। केरल में कमल खिलाना ये सरल नहीं है। കേരളത്തിൽ താമര വിരിയുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല। न हमारे पास सत्ता थी न ताकत थी। നമ്മുടെ കയ്യിൽ അധികാരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല। हमारे पास था तो आइडियोलॉजी को समर्पित कार्यकर्ताओं की पूंजी हमारे पास थी। നമ്മുടെ കയ്യിൽ ആകെയുള്ളത് ആദർശത്തിൽ അധിഷ്ഠിതമായ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമർപ്പണം മാത്രമാണ്। हमारा विश्वास तोड़ने का, हमारा आत्मविश्वास तोड़ने का ढेर सारे प्रयास किए गए। നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ, ആത്മവിശ്വാസത്തെ തകർക്കാൻ നിരവധി പരിശ്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്।
परंतु इसके सामने केरल का मेरा कार्यकर्ता चट्टान की तरह खड़ा रहा और विजय प्राप्त कर रहा। പക്ഷേ കേരളത്തിലെ എന്റെ സഹപ്രവർത്തകർ ഇതിനെയെല്ലാം പാറ പോലെ ഉറച്ചു നിന്ന് നേരിട്ട് വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. इसलिए इस हॉल में बैठे हुए सभी लोगों से मेरी विनती है कि केरल भर के बूथ तक फैले हुए सभी कार्यकर्ताओं के लिए एक बार जोर से ताली बजाकर उनका स्वागत करिए. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി കേരളത്തിൽ നമുക്ക് ഈ വലിയ വിജയം സമ്മാനിച്ച എല്ലാവർക്കും വേണ്ടി ഉച്ചത്തിലൊരു കയ്യടി കൊടുത്ത് നമുക്ക് തുടങ്ങാം. VK News, राष्ट्र के नाम.